ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ മൂകാംബികയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ. അപ്പോൾ നാട്ടിലേക്ക് ഇന്നലെ വന്നില്ലേ, അതേപോലെ തന്നെ ഒരു റോഡ് ട്രിപ്പ് തന്നെ. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേക്കും. അപ്പോൾ അമ്മ, വൈഫ്, മോൻ. അപ്പോൾ നമ്മളെ കാറ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ മൂകാംബിക നമ്മൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇവിടുന്ന് പുറപ്പെടുന്നു. ദർശനമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഉള്ളിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഭാഗങ്ങൾ ഇതിൽ കട്ടിട്ടിട്ടും. നല്ല തിരക്കായിരുന്നു. 4-5 മണിക്കൂർ നമ്മൾ നിന്നു. ഐ മീൻ രാവിലെ 4:30-ക്ക് 5 മണിക്ക് പോയതാണ്. ഇപ്പം നമ്മൾ വന്നത് 9:30-ക്കാണ് വന്നത്. ഇപ്പം സമയം 10 മണിയായി. അപ്പം എന്നാലേ ഇവിടുന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക്. അപ്പം നമ്മൾ മൂകാംബികയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ ഭാഗം അതായത് വേണ്ടോ, അയ്യോ നമ്മളെ KSRTC എന്ന് പറഞ്ഞാൽ കർണാടക KSRTC ബസ് സ്റ്റാൻഡാണ്. അല്ലെങ്കിൽ മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡ് എന്നാണ് ഉള്ളത്. ഇഷ്ടംപോലെ KSRTC ബസ് സ്റ്റാൻഡും ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മൂകാംബികയിൽ നിന്ന് ഇറങ്ങുന്നത്, അതായത് മൂകാംബിക ബസ് സ്റ്റാൻഡ്, അതാണ് നിങ്ങൾ കാണുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളെ കേരള ബസ്സും കർണാടക ബസ്സും എല്ലാ ബസ്സുകളും, അതായത് KSRTC ബസ്സുകളൊക്കെ വന്നത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. പിന്നെ എന്താ പറയുക, ഒരു ഭയങ്കരം എന്നുള്ള വേർഡ് മാറ്റണം എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് ഇനിയും ഭയങ്കരം എന്നുള്ള വാക്ക് ഞാനത് കുറക്കാൻ ശ്രമിക്കുകയാണ്. എന്താ വെച്ചാൽ ഭയങ്കരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ നല്ലത് അല്ലെങ്കിൽ ഒരു രസമുള്ളതെന്നല്ലൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഭയങ്കരത്തിൽ ഭയവും അഹങ്കാരവും കൂടി ചേർന്ന ഒരു ഭയങ്കരം എന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ അത് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇവിടെ എത്തുമ്പോൾ നല്ല ഒരു എന്താ പറയുക ഫീലിംഗ് ഉള്ള ഒരു സ്ഥലമാണ് KSRTC ബസ് സ്റ്റാൻഡ് ആക്ച്വലി. അപ്പോൾ അത് തിരിച്ച് കാണിച്ചിട്ട് ഞാനിതാ ഇവിടെ നിന്ന് വീണ്ടും നമ്മളെല്ലാവരും കൂടി തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ട്രിപ്പ് തുടങ്ങി. ട്രിപ്പ് എന്നല്ല പറയാം, നമ്മൾ തിരിച്ചു പോകുന്നു. ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു സ്ഥലമാണ്. അതായത് കണ്ടോ, ആണെങ്കിലും വെറൈറ്റി ആയിട്ടൊരു സ്ഥലം. എല്ലാവരും നിർത്തുന്നതാണ്, ഇവിടെ പൂജ ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ചെറിയ ഒരു അമ്പലമാണ്, പൂജ ചെയ്യുന്ന ചെറിയൊരു അമ്പലം. ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാണ്. അവിടുത്തെ ഇങ്ങനെ കണ്ടോ ഒരു ഡെക്കറേഷൻസ് അല്ല, എനിക്ക് തോന്നുന്നു ആളുകൾ അവരൊന്നും തൊട്ടിലുകളൊക്കെ തൂക്കുന്നതാണെന്ന് തോന്നുന്നു. ഇന്നലെ വരുമ്പോൾ ശ്രദ്ധിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മളെന്നാലേ പോട്ടെ. ഇവിടെ നിന്ന് നമ്മൾ ബൈന്ദൂരേക്ക് 27, കുന്താപുരം 37, ഉടുപ്പി 78, മുരുടേശ്വര 59 ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുന്താപുര 37. അപ്പോൾ നമ്മളിപ്പോൾ കുന്താപുര വഴിയാണ് പോകുന്നത്. ബൈന്ദൂരാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് കുന്താപുര എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പോട്ടെ. ബസ്സുകൾ വന്നിട്ട് എൻ്റെ വണ്ടിൻ്റെ പില്ല് നിർത്തുന്നുണ്ട്. വരുന്ന സമയത്ത് പറഞ്ഞ് നിർത്തിയപ്പോൾ തവരയല്ലേ അത്, തവര എന്നും പറഞ്ഞ് തവര പറിക്കാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാം കാണുന്നുണ്ട്, ഇഷ്ടം പോലെ കാണാം. ഞാൻ ഇവിടെ ഉണ്ടോ നോക്കിയത്, അവിടെ കാണുന്നില്ല. അങ്ങോട്ട് അവർ പറിക്കുന്നിടത്ത് ഞാൻ കാണിച്ചില്ല. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് പറിക്കുന്നുണ്ട്. ഉപ്പേരിക്ക് നല്ലതാണ്, വിറ്റാമിൻ നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ട്, രക്തം വെക്കും എന്നൊക്കെ പറഞ്ഞു. തവര എന്നല്ല എൻ്റെ പേര്, തവര. അതെ, രഞ്ജു അമ്മയെല്ലാം പറിച്ച് കുറേ എടുത്തിട്ടുണ്ട്. കിലോന് 40 റുപ്യാണ് അത്ര. ഇതാ രഞ്ജു, തവര തന്നെയല്ലേ ഇത്? ഇതാ തവര പറിക്കുന്നത് ആണോ? മണമുണ്ട്. അത് തന്നെ. അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞൊടിയൊക്കെ ഇത് വിൽക്കുന്ന കാണാം. കുറേ ഇഷ്ടം പോലെ പറിച്ച് നിൽക്കുന്നത്. ഇതാ ഒരു വലുതിതാ. ഇത് തവരയാണോ? ഇത് തവരയാണോ? ഇതാ കണ്ടോ, ഇതാ തവരച്ചെടി.
ഇന്നലെ രാത്രി നല്ല തിരക്കായിരുന്നു. രാത്രി നമ്മൾ വന്ന് റൂമിൽ നിന്നതിന് ശേഷം രാത്രി വീണ്ടും ഒന്ന് പുറത്തൊക്കെ പോയി തിരിച്ച് വന്ന് റൂമിൽ ഒരു 9 മണിക്കെത്തി. അതിനുശേഷം എത്ര വണ്ടികളാണ് കേരളത്തിലെ വണ്ടികൾ വന്നറിയാം. ഇന്നലെ ശനിയാഴ്ച രാത്രി, ഇന്ന് ലീവല്ല ഞായറാഴ്ച, നല്ല ലീവായതുകൊണ്ട് കുറേ ആളുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ദർശനത്തിന് പോയ സമയത്ത് 5 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് അവിടെ 3 മണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നു. 5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ആളുകൾ വരുന്നുണ്ടെങ്കിലും മൂകാംബികയിൽ ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ഉടുപ്പി എത്താനാവുന്നേ ഉള്ളൂ. ഉടുപ്പിക്ക് ഒരു 17 കിലോമീറ്ററും കൂടെ ഉള്ളത് കറക്റ്റ്. അപ്പം എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുന്നു. ഇന്നലെ നമ്മൾ ആ പാടെ ലേറ്റ് ആയല്ലോ, എല്ലാം കൂടെ എണീക്കാനും എല്ലാം കൂടെ. അതുകൊണ്ട് നല്ല ഉറക്കമാണ്. ഈ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണിങ്ങനെ ചിമ്മി പോകുന്നു. ഇനി ഇങ്ങനത്തെ റോഡും അല്ലേ, നമ്മൾ ഇന്നലെ വന്ന 4 ലൈൻ റോഡ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ പഠിക്കുന്നത് നല്ല ഉറക്കം വരുന്നത്. അപ്പം ഞാനിങ്ങനെ എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് മുഖം കഴുകാൻ വേണ്ടി നിൽക്കുക. നമുക്ക് 6 ലൈൻ റോഡായി. അപ്പോൾ നമ്മളെ 6 ലൈൻ റോഡിൽ എവിടെയും ജംഗ്ഷനില്ല, എല്ലാം ഒരു സിഗ്നൽസും ഇല്ല. നമ്മൾ ആപ്പാടെ ഒരു സിഗ്നൽസ് ഉള്ളത് നമ്മളെ മാഹിയിലായിരുന്നു. അതും അവർ മാറ്റിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം നോക്കിയാൽ അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ, അതായത് മാഹിയിൽ അന്ന് വ്ളോഗേഴ്സ് പിന്നെ അതേപോലെ ന്യൂസ് റീഡേഴ്സ് പല ആളുകൾ അന്ന് പറഞ്ഞു അവിടെ സിഗ്നൽ വെക്കണ്ട. അന്ന് സിഗ്നൽ വെച്ച് അവിടെ ആക്സിഡൻസ് ഉണ്ടായി, അതിനുശേഷം മാറ്റി. പക്ഷെ ഇപ്പം നോക്കി ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് കേരളത്തിൽ എവിടെയും സിഗ്നൽസ് ഇപ്പോൾ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇവിടെ ഇപ്പോഴും ജംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, സിഗ്നലൊന്നുമില്ല. അവിടെ ബാരിക്കേഡ്സ് വെച്ചു. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം കഴിഞ്ഞു പോയത്, നിങ്ങൾ കണ്ടത് അതങ്ങനെയാണ്. ഉടുപ്പിക്ക് ഒരു 10 കിലോമീറ്റർ അങ്ങനെ വണ്ടി നിർത്തി ഒന്ന് മുഖമെല്ലാം കഴുകി അപ്പോഴത്തേക്ക് കറക്റ്റ് കാലാവസ്ഥ മാറുന്നത് നോക്കിയിട്ട് വെയിലെല്ലാം പോയി, ഒരു കാർമേഘെല്ലാം വന്ന് മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് മഴ അധികം ഉണ്ടായിരുന്നില്ല. മൂകാംബികയിൽ ഒരു ചെറിയ ഒരു മഴ ചാറലുണ്ടായിരുന്നു. ചാറലല്ല, കുറച്ച് പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മഴയൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ കാരണം എന്താ അറിയാം, ഞാൻ ഭയങ്കര വീഡിയോ യൂസ് ചെയ്തു. അതെനിക്ക് ഉറക്കണമെന്നുണ്ട്. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ നോക്കിയ ഒരു വണ്ടിയുടെ പോകാൻ നോക്കിയാൽ അയ്യോ. അപ്പൊ ഇനി ഉടുപ്പിയെല്ലാം കഴിഞ്ഞ് മംഗലാപുരത്ത് കാണാം, ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. കുറച്ച് എന്താ പറയാ, ഓടിക്കട്ടെ. മംഗലാപുരത്ത് നല്ല ബ്ലോക്കാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ആ ബ്ലോക്ക് ഒന്ന് കാണിച്ചിട്ടാന്ന് വെച്ചിട്ടാണ്. എന്താ മംഗലാപുരം സിറ്റി എത്തിയിട്ടില്ല, സിറ്റി എത്താൻ പോകുന്നത്. ഇന്നലത്തെ പോർട്ടിന്റെ ഏരിയ ആണ്. ഇങ്ങനെ എടുക്കാവോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണ് സംഭവം. ഉണ്ടാ ഒരു വണ്ടി പോകുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞാൽ കച്ചറയാവോ ഒന്നും അറിയത്തില്ല. ആക്സിഡൻസ് ഗോ സ്ലോ എഴുതിയിട്ടുണ്ട്. സമയം 1 മണി, 1:08. അങ്ങനെ വീണ്ടും ഒരു മഴ കിട്ടിയിട്ടുണ്ട്. മംഗലാപുരം സിറ്റി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ബ്ലോക്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്നത്. നല്ലൊരു വ്യൂ അല്ലേ. മഴ കഴിഞ്ഞു. മഴ ഒന്നും മനസ്സിലാകുന്നില്ല, അപ്പോഴത്തേക്ക് മഴ കഴിയുകയും ചെയ്തു. ടോൾ ഗേറ്റ് 500 മീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ടോൾ ഗേറ്റ്. പിന്നെ ഇത് തലപ്പാടി ലാസ്റ്റ്, മംഗലാപുരം കഴിഞ്ഞിട്ട് ലാസ്റ്റ്. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് മംഗലാപുരത്ത് നിന്ന്, അതായത് നമ്മൾ തലപ്പാടി കാസർഗോഡ് കഴിഞ്ഞുകൊണ്ട് തലപ്പാടി മുതൽ മൂകാംബിക പോകുന്ന 3 ടോൾ ഗേറ്റ് ആണ് കേട്ടോ. 75 റുപ്പീസാണ്. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പൈസ കുറവുണ്ടെന്ന് മനസ്സിലായത്. ഇതാണ് തലപ്പാടി കേട്ടോ. ഉടുപ്പി ടോൾ വേ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് തലപ്പാടി ടോൾ പ്ലാസ. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണേ. ഇതുവരെ കുറേ സമയം നിന്ന് അതിനുശേഷം നമ്മളെ എല്ലാം കൂടി നമ്മളെന്താണോ പ്രശ്നം.
വാലിഡ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. നമ്മുടെ കേരളത്തിലേക്ക് കടക്കുകയാണേ. അങ്ങനെ കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കാസർഗോഡ് നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് നോക്കുന്നുണ്ട്. ഇന്നലെ കയറി ഹോട്ടലിലേക്ക് എത്തില്ല. ഇന്നലത്തെ വെജിറ്റേറിയൻ ആയിരുന്നു. എന്തിനി നോൺ വെജ് കിട്ടുമോ നോക്കട്ടെ. ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിലേക്ക് സ്വാഗതം. ഇനി കാസർഗോഡേക്ക് 32 കിലോമീറ്റർ, കന്യാകുമാരിക്ക് 696 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കരല്ലോ. കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു ഹോട്ടലിൽ ചോറിന് വേണ്ടിയിട്ട്. ഹോട്ടലിൻ്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെയാണ്. 3 ചോറ്, ഒരാൾക്ക് ബിരിയാണി, ഒരാൾ പച്ചക്കറി. ബിരിയാണി ഉള്ള കഴിക്കുന്ന ചോറ്. ഇതാ ഒരു അയില ഫ്രൈയും വാങ്ങിയിട്ടുണ്ട്, ഒരു ഓംപ്ലേറ്റ്. ഇതാണ് ഓംപ്ലേറ്റ്. ഇവിടെ കളർ ചേഞ്ചാണ്. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങുന്നതാണ്. ഇറങ്ങുന്ന സമയത്ത് ആ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. അതാ കണ്ട ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിത്തൗട്ട് പെർമിഷൻ കാണിക്കണ്ടല്ലോ അല്ലേ, അതുകൊണ്ടാണ്. അതൊന്നുമില്ല, എന്നാലും പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ എന്താ ചെന്ന് പറഞ്ഞിട്ടെ വണ്ടി എടുക്കട്ടെ, ബാക്കിൽ നിന്ന് നോക്കിത്താപ്പിനു. അപ്പോൾ നമ്മളെ ഭക്ഷണം, നമ്മുടെ ഓരോരോ നാട്ടിലും ഭക്ഷണം ഒരു വെറൈറ്റിയാണ് പണ്ടേ പോലെ നമ്മൾ പറയില്ലേ. ഞാൻ കാസർഗോഡിലെ മീൻ ഭക്ഷണം ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, സത്യം. ഞാൻ കഴിയുന്ന യാത്രകളിൽ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ആണ് യൂസ് ചെയ്യാറ്, ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, വരുന്ന സമയത്ത് മീനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. നമ്മൾ കാസർഗോഡ് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഒരു ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് എവിടെയും ഷോപ്പൊന്നും ഓപ്പൺ അല്ല. കിട്ടുന്ന ഒരു ഭക്ഷണ സ്ഥലത്ത് പോയി കഴിച്ചു. ബിരിയാണി ഒന്നും കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ഭക്ഷണ സ്റ്റൈൽ ഫുൾ മാറ്റം. മീൻകറി മാറ്റം, സാമ്പാർ മാറ്റം, പിന്നെ തൊട്ടുകറിയൊക്കെ നമ്മുടെ പൊട്ടിക്ക, നിങ്ങൾ പറയാം പീച്ചിങ്ക എന്നല്ലേ പറയാ, പൊട്ടിക്ക എന്ന് പറയാ, അറിയോ? പൊട്ടിക്ക എന്ന പീച്ചിങ്ക എന്നല്ലേ പറയാ. അപ്പം പൊട്ടിക്കനെ കൊണ്ടൊക്കെ ഒരു എന്തൊക്കെ സൈഡ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇതാ ഇനി 135-40 കിലോമീറ്ററോളം ഇനി നേരെ കണ്ണൂരൊക്കെ ഉണ്ടാവും. ഇവിടെ വീണ്ടും ഹൈവേയിൽ കയറി ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെയല്ലേ, ഇനിയൊന്നും അധികം കാണിക്കാനൊന്നുമില്ല. ഇനി വേഗം ഇപ്പോൾ സമയം 2:38. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നാട് പിടിക്കുന്നു. അപ്പോൾ ഇനി വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ കർവ്. കാസർഗോഡുള്ള ഹൈവേയിലുള്ള 6 ലൈൻ ഹൈവേയിലുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കർവാണിത്. ഇന്നലെ ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ ഇന്നലെ അവിടെ വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഇവിടെ പാലമാണ് ചെയ്തത്. ഞാൻ ഇപ്പം ഇവിടെ നിന്ന് കറക്റ്റ് കാണിച്ചു തരാം. കണ്ടാ കാണുന്നില്ലേ, പാലം കാണുന്നില്ലേ? കണ്ടാ ഇവിടെ കിട്ടുന്നില്ലേ, കാണുന്നില്ലേ? ഇതാണ് പാലം. കണ്ടാ ഇങ്ങനെയാണ് മലകൾ തുറന്ന് ചെയ്യുന്ന സമയത്ത് അത് പൊളിഞ്ഞ് അങ്ങനെ എന്തോ ആണ് ഡിഫിക്കൽട്ട് ഉണ്ടായത്. എന്നിട്ട് അതിൻ്റെ മേലെ പാലം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പോകുന്ന പാലമാണ്, അതിൻ്റെ മേലെ കർവാക്കി, അതായത് ഹെയർപിൻ ബ്രിഡ്ജ് പോലത്തെ കർവ്. കണ്ടില്ലേ? ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചേട്ടാ. നമ്മളിപ്പോൾ എവിടെയല്ല പറശ്ശിനിക്കടവ് കണ്ടോ?
തിരിച്ചിട്ട് പറശ്ശിനിക്കടവ് വഴി ഞാൻ വന്നു. വേറെ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് താഴെ ചൊവ്വ അങ്ങ് മേലെ ചൊവ്വ വരെ, മേലെ ചൊവ്വ കഴിഞ്ഞ് താഴെ ചൊവ്വ വരെ, നെക്സ്റ്റ് ഉള്ള താഴെ ചൊവ്വയല്ലേ, അവിടെ വരെ നല്ല ബ്ലോക്ക് ആയിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ നിന്നാലും അവിടെ കഴിയില്ല. ഇതിൽ കുറച്ച് വളവാണ്. മയിലിൽ പോവും. മയിലിൽ നിന്ന് ഞാൻ ഇനി അഞ്ചരക്കണ്ടിയൊക്കെ വഴി നേരെ പെരളശ്ശേരി അതുവഴി നാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവ് എത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ എന്നാൽ ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർന്ന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് നല്ല വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ബൈ.